നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കുകയാണ് അല്ലേ? അതെ. അപ്പോൾ സ്വാഭാവികമായും സഭാ സമ്മേളനം പുനരാരംഭിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് സഭ ഇന്ന് എങ്ങനെയായിരിക്കും പ്രതിപക്ഷം പ്രക്ഷുബ്ധമാക്കാൻ ഉപയോഗിക്കുക എന്നതാണ് അല്ലേ? അതാണ് അറിയേണ്ടത്. ഇന്ന് ഏതൊക്കെ വിഷയങ്ങളായിരിക്കും അവർ കൊണ്ടുവരാൻ ശ്രമിക്കുക? വിനിഷ, ഒരുപാട് വിഷയങ്ങൾ എല്ലാ ദിവസവും കൊണ്ടുവരും. പക്ഷേ സർക്കാരിന്റെ മറുപടികൾക്ക് മുൻപിൽ പ്രതിപക്ഷത്തിന് മറ്റു മാർഗങ്ങളില്ലാതെ പോകുന്നതാണ് ഈ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ 2-3 കാലങ്ങളായിട്ടുള്ള സമ്മേളന കാലയളവിൽ, അതായത് നിയമസഭാ സമ്മേളന കാലയളവിൽ ഏത് രീതിയിലായിരുന്നു പ്രതിപക്ഷാംഗങ്ങളുടെ പെരുമാറ്റം, സഭയിലുള്ള പെരുമാറ്റം, ഏത് രീതിയിൽ അത് വിമർശിക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അടിയന്തര പ്രമേയം അടക്കം പല വിഷയങ്ങളിൽ കൊണ്ടുവന്നു. കൃത്യമായി അതിന് മറുപടി കിട്ടുമ്പോൾ അതൊരു ഒന്ന് ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം കണ്ടതാണ് ആശാ വർക്കർമാരുടെ SUC നേതൃത്വത്തിലുള്ള സമരം കൊണ്ടുവന്ന് നമ്മൾ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വിഷയം സഭയിൽ ഉന്നയിക്കുന്നത് കണ്ടതാണ്. വളരെ കൃത്യമായി മന്ത്രി വീണ ജോർജ് അക്കമിടത്തിരുത്തിക്കൊണ്ട് ഏതൊക്കെ രീതിയിൽ രാഹുൽ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയുന്നത് കണ്ടു. എനിക്ക് തോന്നുന്നു ഈ ചാനൽ ചർച്ചയല്ല നിയമസഭാ ഫ്ലോർ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചറിഞ്ഞ ഒരു ദിവസം കടന്നുപോയത്. അതുപോലെ തന്നെയായിരുന്നു നിരവധി വിഷയങ്ങൾ സഭയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ സഭയിൽ കൊണ്ടുവരാൻ ശ്രമിച്ച് സഭ അനുമതി നൽകുമ്പോൾ അത് അലമ്പാക്കി ആ സമ്മേളനം അല്ലെങ്കിൽ ആ വിഷയം പോലും ചർച്ചയ്ക്ക് എടുക്കാത്ത രീതിയിൽ അത് അലമ്പാക്കിക്കൊണ്ട് പോകുന്ന നിരുത്തരവാദപരമായ പ്രതിപക്ഷത്തിന്റെ ഓരോ നിലപാടും കണ്ടുപോയതാണ് ഓരോ സമ്മേളന കാലയളവിലും. അടുത്ത നിയമസഭാ സമ്മേളന കാലയളവ് വരുന്നു. സമ്മേളനം പുനരാരംഭിക്കുമ്പോൾ ഇന്ന് എന്തൊക്കെയായിരിക്കാം സഭയിൽ പ്രധാനമായും ഉയർന്നു വരിക എന്നതടക്കം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. സുലേഖ ശശികുമാർ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് സഭ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന്. എവിടെ സുലേഖ? സുലേഖ, ഗുഡ് മോർണിംഗ്. സഭയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് സുലേഖ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് സഭ വീണ്ടും ചേരുകയാണല്ലോ. ഇന്ന് പ്രധാനമായും ഉയർന്നു വരാൻ സാധ്യതയുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഇടതുപക്ഷമാകട്ടെ ഭരണപക്ഷമാകട്ടെ CPIM, പ്രത്യേകിച്ച് CPIM സംസ്ഥാന സമ്മേളനമൊക്കെ കഴിഞ്ഞ് ഏറ്റവും ആവേശകരമായ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും സർക്കാരിനെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ മറുഭാഗത്തു നിന്ന് പ്രതിപക്ഷം ശ്രമിക്കും. ഇന്ന് ഫ്ലോറിലെ തന്ത്രങ്ങളും കാര്യങ്ങളുമൊക്കെ എങ്ങനെയായിരിക്കും? എന്തായാലും മനു, ഇന്ന് 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ഈ പുനരാരംഭിക്കുന്ന ഘട്ടത്തിൽ പ്രധാനമായും ഈ ബജറ്റിന്മേലുള്ള ചർച്ച തുടരുമെന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ വോട്ടെടുപ്പും നടക്കാനുള്ള സാധ്യത കൂടി ഇന്ന് സഭയ്ക്കകത്തുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ ഇന്ന് ചർച്ചയിൽ നിയമസഭാ ചോദ്യോത്തരവേളയിൽ പ്രധാനമായും വരുന്ന വിഷയം എന്ന് പറയുന്നത് വിഴിഞ്ഞം വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിൻ്റെയും അതിനൊപ്പം തന്നെ മണിയാർ ജലവൈദ്യുത പദ്ധതിയിലെയും ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിരിക്കും മന്ത്രിമാർ പ്രധാനമായും പറയുക എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ ഇന്ന് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തര വിഷയങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. ഈ പ്രതിപക്ഷം പ്രധാനമായും ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്താതെ ക്ഷേമപ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയം എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് വിഴിഞ്ഞം അതിനൊപ്പം തന്നെ മണിയാർ ജലവൈദ്യുത പദ്ധതിയിലായിരിക്കും ഇത്തരത്തിൽ ചോദ്യോത്തരവേളയിൽ മന്ത്രിമാരുടെ ഇത്തരത്തിലുള്ള മറുപടി ഒക്കെയും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ ഇന്നും നാളെയും സഭ ചേരും. 12, 13 തീയതികളിൽ സഭ അവധിയായിരിക്കും. ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ചാണ് ഇത്തരത്തിലുള്ള അവധി ഉണ്ടാവുക. അതിനുശേഷം വീണ്ടും 17-നായിരിക്കും ഈ സഭ വീണ്ടും ചേരുന്നത്. ഈ മാസം 25 വരെയാണ് കേരള നിയമസഭ ചേരുന്നത്. ഇന്നെന്തായാലും പ്രധാനമായും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിഴിഞ്ഞം വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട്, അതിനൊപ്പം തന്നെ മണിയാർ ജലവൈദ്യുത പദ്ധതി, ഇതായിരിക്കും ചോദ്യോത്തര വേളയിൽ പ്രധാനമായും ഉണ്ടാകുന്ന മന്ത്രിമാരുടെ മറുപടി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. അതിനൊപ്പം തന്നെ ശ്രദ്ധ ക്ഷണിക്കൽ, വിവിധ വിഷയങ്ങളിൽ ഊന്നിയുള്ള ശ്രദ്ധ ക്ഷണിക്കലും ഉണ്ടാകും. എന്തായാലും പ്രതിപക്ഷം ഇന്ന് സഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇത്തരത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അടിയന്തര പ്രമേയം എന്നുള്ളത് തന്നെയാണ് മനു. ശരി, ഏതായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. സഭയുടെ ഇന്നത്തെ തുടർച്ചയെ കുറിച്ചാണ് ഇപ്പോൾ സുലേഖ നമ്മളോട് സംസാരിച്ചത്.